മെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ യേശുദേവന്റെ ഉയിർപ്പ് തിരുനാൾ ആഘോഷിക്കുകയാണ്. പ്രത്യാശയുടെ സന്ദേശമാണ് ഓരോ ഈസ്റ്ററും നൽകുന്നത്. വിവിധ ദേവാലയങ്ങളിൽ ഉയിർപ്പ് ശുശ്രൂഷകൾ നടന്നു. ലോകത്തിപ്പോൾ ഏറ്റവും ആവശ്യമുള്ളത് പ്രത്യാശയാണ് എന്നും പ്രതിസന്ധികളെ പ്രതീക്ഷയോടെ കാണാൻ കഴിയണമെന്നും തിരുവനന്തപുരം ആർച്ച് ബിഷപ്പ് തോമസ് നെറ്റോ പറഞ്ഞു. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സ്നേഹത്തെക്കുറിച്ച് വിശുദ്ധ ബൈബിളിൽ ഉത്തമ ഗീതത്തിൽ മണവാളനും മണവാട്ടിനെ ചെവികളിൽ മന്ത്രിക്കുന്ന വചനം ഇപ്രകാരമാണ്: പ്രേമം അഥവാ സ്നേഹം മരണത്തെ പോലെ ശക്തമാണ്. ജനസഞ്ചയങ്ങൾക്ക് പ്രേമാഗ്നിയെ സ്നേഹാഗ്നിയെ എടുക്കാനാവില്ല. പ്രവാഹങ്ങൾക്ക് അതിനെ ആഴ്ത്താൻ കഴിയുകയില്ല. ഈ രാത്രിയിൽ നമ്മൾ സ്നേഹം മരണത്തെ പോലെ ശക്തമാണ് എന്ന വചനത്തെ ദൈവത്തിന്റെ സ്നേഹം മരണത്തെക്കാൾ ശക്തമാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന രാത്രിയാണ്. കർത്താവിന്റെ പുനരുദ്ധാന മഹോത്സവമാണ് ഈ രാത്രിയിൽ നമ്മൾ ആഘോഷിക്കുന്നത്. ഞങ്ങൾക്ക് ഏവർക്കും ഉയർപ്പിന്റെ ഈശ്വരന്റെ എല്ലാ പ്രാർത്ഥനാ ആശംസകളും സമാധാനവും പ്രത്യാശയും ഞാൻ ആശംസിക്കുകയാണ്. സ്നേഹ ബഹുമാനമുള്ളവരെ, ഇന്ന് നാം വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിൽ തൃപ്പൂണിത്തുറ തിരുവാങ്കുളം സെന്റ് ജോർജ് കത്തീഡ്രലിൽ നടന്ന ഉയിർത്തെഴുന്നേൽപ്പ് തിരുക്കർമ്മങ്ങൾക്ക് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ നേതൃത്വം നൽകി. യാക്കോബായ സുറിയാനി സഭാധ്യക്ഷൻ ശ്രേഷ്ഠ ബെസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവയും ഈസ്റ്റർ സന്ദേശം നൽകി. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ മഹത്തരമായ ഉയർത്തെഴുന്നേൽപ്പ് നാം ആഘോഷിക്കുകയാണ്. കർത്താവിനെ അന്വേഷിച്ചെത്തിയ സ്ത്രീകളോട് പറയുന്നത്, ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ നിങ്ങൾ അന്വേഷിക്കുന്നത് എന്തിന്? അവൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. ഈ പ്രത്യാശയാണ് ക്രിസ്തീയ ജീവിതത്തെ വഴി നടത്തുന്നത്. ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ തിരുസാന്നിധ്യം നമ്മൾ അനുഭവിക്കുമ്പോൾ ആ പ്രത്യാശയിൽ നമ്മൾ വളരുകയാണ്. ഇന്ന് പ്രത്യാശ നഷ്ടപ്പെട്ട ഒരു ലോകത്തിന് മുഴുവനും പ്രത്യാശ നൽകുന്നത് യേശുക്രിസ്തുവാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ആ ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ മഹത്തരമായ ജീവിതത്തോട് അനുരൂപപ്പെട്ട് ജീവിക്കുവാനും ആ ജീവിതത്തിലേക്ക് ചെന്നെത്തുവാനുള്ളതായ പ്രത്യാശയുമായ ഒരു വഴി നടത്തുന്നു. സ്വർഗീയമായ യാത്രയിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്കുള്ള നമ്മുടെ പ്രയാണം ഈ തികഞ്ഞ പ്രത്യാശയിൽ വളരുന്നതായ സമയത്ത് ഈസ്റ്റർ നമ്മുടെ ജീവിതത്തിൽ അനുദിനം അനുഭവേദ്യമായി തീരുന്നു. ആ പ്രത്യാശ ജീവിക്കുവാൻ ഇന്നത്തെ കഷ്ടതകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം മാറി സന്തോഷവും സമാധാനവും ഉള്ള പ്രത്യാശ നിറഞ്ഞ ഒരു ജീവിതത്തിലേക്ക് നമുക്ക് പോകാം. ഞാൻ നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടാകുമെന്ന് അരുളിച്ചെയ്തവനായ കർത്താവ് നിങ്ങൾക്ക് ഉയർത്തെഴുന്നേറ്റ് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്ന് അരുളിച്ചെയ്ത കർത്താവിൻ്റെ ആ സമാധാനം നമ്മോടുകൂടെ ഉണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ന്യൂസ് 18 എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ മംഗളകരമായ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ആശംസകൾ അറിയിക്കുന്നു. കോഴിക്കോട് ദേവമാതാ കത്തീഡ്രലിൽ നടന്ന ശുശ്രൂഷകളിൽ ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുമെന്ന പ്രത്യാശ വേണമെന്ന് ആർച്ച് ബിഷപ്പ് പറഞ്ഞു. കോട്ടയം വാഴൂർ സെന്റ് മേരീസ് പള്ളിയിൽ നടന്ന പ്രദക്ഷിണത്തിന് മലങ്കര സഭ പരമാധ്യക്ഷൻ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ കാർമ്മികത്വം വഹിച്ചു. ശ്രേഷ്ഠൻ ഞാൻ